ബിഗ് ബോസ് മലയാളം സീസൺ 6 അങ്ങനെ രണ്ടാമത്തെ ദിവസം തന്നെ പവർ റൂമിന്റെ അധികാരം 6 പേർക്കായി ബിഗ് ബോസ് വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. 6 പേർക്ക് കിട്ടിയ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നതിന് മുമ്പേ ചുരുക്കി തന്നെ പറയാം. ഇന്നത്തെ ദിവസം കണ്ടന്റ് കൊണ്ടുപോയി എന്ന്, അതായത് ക്യാമറ, സ്ക്രീൻ സ്പേസ് കിട്ടി എന്ന് എനിക്ക് തോന്നിയ കുറച്ച് വ്യക്തികളുടെ പേര് ഞാൻ പറയുകയാണ്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ സ്ക്രീൻ സ്പേസ് യൂസ് ചെയ്ത വ്യക്തി നമ്മുടെ രതീഷ് ആയിരുന്നു. അതിനുശേഷം രതീഷിന്റെ തൊട്ട് പിന്നാലെ സിജോ, പിന്നെ റോക്കി, ജാസ്മിന്, അപ്സര, ഗബ്രിയേല്, പിന്നെ ബാക്കി ആരൊക്കെയായിരുന്നു, അങ്ങനെ കുറച്ച് പേര് എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് ഇതാണ്, ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി. ഈ കുറച്ച് പേർക്ക് നല്ല രീതിയിൽ സ്ക്രീൻ സ്പേസ് കിട്ടി. അതോടൊപ്പം തന്നെ ജാൻമണിക്ക് ഇന്ന് കുറച്ച് കരയേണ്ടിയൊക്കെ സിറ്റുവേഷൻ വന്നപ്പോൾ തന്നെ നല്ല രീതിയിൽ ക്യാമറ ഫോക്കസിങ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഫൈറ്റ് സീനിൽ ഏറ്റവും കൂടുതൽ പെൺപടകളിൽ കിട്ടിയത് എനിക്ക് തോന്നുന്നു ജാസ്മിന്, നൂറ, ഇങ്ങനെയുള്ളവരൊക്കെ തന്നെയാണ് അതിനകത്ത് കൂടുതൽ ഫൈറ്റായിട്ട് ഇതായിട്ട് നിന്നത്. ബാക്കിയുള്ളവരൊക്കെ വലിയ സബ്ജക്റ്റായി അവിടെ മാറിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. എന്തായാലും നമുക്ക് നോക്കാം, രണ്ടാമത്തെ ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ എന്താണെന്ന് ഞാൻ ചുരുക്കി പറയുകയാണ്. രാവിലെ ഉണ്ടായ സംഭവം, രതീഷ് ജാൻമണി സ്റ്റൗവിൽ നിന്നും തീ കത്തിച്ച് സിഗരറ്റ് കത്തിക്കുന്നതിനെ തുടർന്ന് വിഷയമാവുന്നു. അതിൽ സിജോയും രതീഷും തമ്മിൽ ഏറ്റുമുട്ടേണ്ടി വരുന്നു. ആ ക്ലാഷ് കഴിഞ്ഞതിൻ്റെ തൊട്ട് പിന്നാലെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ഗെയിം സ്റ്റാർട്ട് ചെയ്ത് ബോൾ കളക്ട് ചെയ്യുന്ന ഗെയിമിനകത്ത് ആ ബോൾ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ സിജോ ഒരു സ്ട്രാറ്റജി അവിടെ യൂസ് ചെയ്യുകയാണ്. സിജോയും റോക്കിയും കൂടി ഒരു പ്ലാൻ ഇടുന്നു. ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരാളെ വിജയിപ്പിച്ച് ക്യാപ്റ്റനാക്കാം, അതാ മാത്രമേ ഈ ഗെയിം യൂസ് ചെയ്തുകൊണ്ട് കാര്യമുള്ളൂ എന്ന് പറയുന്നു. എന്നാൽ ഇത് കേട്ട ജാസ്മിൻ നൂറയോട് പറയുന്നത് കേൾക്കുകയും സിജോ നൂറയോട് പറയുന്നത് നിന്റെ മനസ്സിൽ വെച്ചാൽ മതിയെന്ന് പറയുന്നത് കേൾക്കുകയും ഈ കാര്യം ജാസ്മിൻ അവിടെ എടുത്തിടുകയും അതൊരു ഫൈറ്റായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ രതീഷും സിജോയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അതിനിടയിൽ ഗബ്രിയേൽ ഇവരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ച തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ റോക്കിയും രതീഷുമായിട്ട് വലിയ ഫൈറ്റ് ആവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം മുറുകിയപ്പോൾ ബിഗ് ബോസ് വിളിച്ച് കൺഫഷൻ റൂമിൽ വിളിച്ച് അവരുടെ കാര്യം കോംപ്രമൈസ് ചെയ്യുകയും ചെയ്യുന്നു. ആദ്യത്തെ ഗെയിം ഫ്ലോപ്പായി പോയി, ആരും വിജയിച്ചില്ല. രണ്ടാമതൊരു ചാൻസും കൂടി കൊടുത്തപ്പോൾ അതിൽ വിജയിച്ചത് ശ്രീരേഖയും അർജുനും സിജോയും റോക്കിയുമായിരുന്നു. അവർക്ക് മൂന്നാമത്തെ ഗെയിമിലേക്കുള്ള അവസരം കിട്ടി. അപ്പോഴേക്കും ഒരു പരിക്കൊക്കെ ശ്രീരേഖയ്ക്ക് പറ്റി. എന്നാലും ശ്രീരേഖ മൂന്നാമത്തത് ഗെയിം കളിക്കാവുന്നൊക്കെ പറഞ്ഞു. ഗെയിം കളിച്ചു. അതിനകത്ത് സിജോയും റോക്കിയും തമ്മിൽ ബോൾ കളക്ട് ചെയ്ത് കൊടുക്കാൻ ഒരുങ്ങിയപ്പോൾ ശ്രീരേഖയുടെ മനസ്സിൽ ഇനി ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാൻ നിന്ന് അർജുനെ രക്ഷപ്പെടുത്താമെന്നൊരാഗ്രഹം തോന്നുകയും 26 ബോളുള്ള അർജുന് 20 ബോളുള്ള ശ്രീരേഖ ആ 20 ബോൾ കൊടുത്ത് അർജുനെ ജയിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അർജുൻ 46 ബോൾ കളക്ട് ചെയ്ത് ക്യാപ്റ്റനായി മാറി. ക്യാപ്റ്റന് കിട്ടിയ അധികാരം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട അധികാരമാണ്. പവർ റൂം സ്വന്തമാക്കി പവർ കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ക്യാപ്റ്റനെ ബിഗ് ബോസ് ഇപ്പോൾ കുറച്ച് മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു, ഓരോരുത്തരെയും വീതിച്ച് അവരവരുടെ ഡ്യൂട്ടി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കുക്കിങ്ങിലേക്കും ക്ലീനിങ്ങിലേക്കും ലേക്കുമൊക്കെ ഓരോരുത്തരെയും വീതിച്ച് ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് പറഞ്ഞു, അടുത്തയാണ് അധികാരം കിടക്കുന്നത്, നിങ്ങളുടെ പവർ റൂമിന്റെ അധികാരം നിങ്ങൾ യൂസ് ചെയ്യുക. ഈ വീതിച്ചു കൊടുത്ത ഏതെങ്കിലും ഒരു ടീമിന് പവർ റൂം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്, നിങ്ങളോടൊപ്പം അവർക്കും ജോയിൻ ചെയ്യാം. അങ്ങനെ ശ്രീരേഖ ക്യാപ്റ്റനാക്കി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ശ്രീരേഖയുടെ ടീമിനെയാണ് അർജുൻ ക്യാപ്റ്റനാക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ യമുനയും ശ്രീരേഖയും ഗബ്രിയേലും ജാൻമണിയും നിഷാനയും പവർ റൂമിന്റെ അധികാരം കിട്ടി. പവർ റൂമിലുള്ള അധികാരം എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നോമിനേഷൻ പവർ, കുക്കിംഗ് പവർ, ജയിൽ പവർ, ഇതെല്ലാം പവർ റൂമിലുള്ളവർക്കുള്ള അധികാരങ്ങളാണ്. മിക്കവാറും വലിയ വലിയ നേട്ടങ്ങളായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഇവർക്ക് വേണമെങ്കിൽ ഇനി നോമിനേഷനിൽ നിന്ന് പലരെ മാറ്റാം, പലരെ എടുത്തിടാം, അങ്ങനെയൊക്കെ ആയിരിക്കും. എന്തായിരുന്നാലും അവർക്ക് പവർ റൂം കിട്ടിയവർക്ക് എല്ലാവർക്കും ബാഡ്ജ് ധരിക്കുവാനായിട്ട് ബാഡ്ജ് കൊടുക്കുകയും അത് ക്യാപ്റ്റൻ എല്ലാവരെയും ധരിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവരെ പൂവിട്ട് പവർ റൂമിലേക്ക് മറ്റുള്ള വ്യക്തികൾ സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു ഇത്. അതോടൊപ്പം തന്നെ ഈ പവർ റൂം കിട്ടിയവർ ബാക്കിയുള്ളവർക്ക് റൂം സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള തീരുമാനം ഈ 5 പേരും കൂടി എടുത്തു. 5 പേരും കൂടി എടുത്തിട്ട് ഒരുപാട് ആൾക്കാരുള്ള, ഒരുപാട് മെമ്പേഴ്സ് ഉള്ളവരെ കൊച്ചു റൂമിലേക്കും കുറച്ച് മെമ്പേഴ്സ് ഉള്ളവരെ വലിയ റൂമിലേക്കും അവർ ചെറിയൊരു പണിഷ്മെന്റ് എന്ന പോലെ കൊടുത്തു. അതായത് ഫ്ലോർ ക്ലീനിങ്ങിലുള്ളവരെ കൊച്ചു റൂമിലേക്ക് മാറ്റി, ബാക്കിയുള്ളവരെ എല്ലാം വലിയ റൂമുകളിലേക്ക് മാറ്റി. അങ്ങനെ അവർക്ക് കൊടുത്തതിന് ശേഷം പൂവൊക്കെ ഇട്ട് ഇവരെ സ്വീകരിച്ച് പാട്ടൊക്കെ പാടി സ്വീകരിച്ച് ഇവരെ പവർ റൂമിലേക്ക് കൊണ്ടുപോയി 5 പേരെയും ഇരുത്തുന്ന രംഗങ്ങളാണ് നമ്മളെ കാണിക്കുന്നത്. അത് കാണിച്ചു. അതിനുശേഷം അവരവിടെ ബെഡെല്ലാം ചെയ്തും ബാക്കിയുള്ളവർക്ക് പവർ റൂമിൽ കയറുവാനുള്ള അധികാരമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അവർക്ക് അകത്തേക്ക് നോക്കാൻ വെളിയിൽ നിന്ന് അകത്ത് കയറാൻ പറ്റത്തില്ല. അത് പണിഷ്മെന്റ് ആവും. അതിനുശേഷം നമ്മുടെ സിജോയും റോക്കിയും തമ്മിൽ പുറത്തു നിന്ന് സംസാരിക്കുകയാണ്. പവർ റൂം കിട്ടിയവർക്ക് ഒരു കാരണവശാലും പുറത്തുള്ള ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയില്ല. വോട്ടിങ് കറക്റ്റായിട്ട് വരുന്ന സമയത്ത് പവർ റൂം കിട്ടിയവർ നമുക്ക് നിൽക്കാൻ കഴിവുള്ളവരാണ്, ഇവിടെ നിൽക്കേണ്ടവരാണോ എന്ന് തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ്. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കി തന്നെ ഗെയിം കളിക്കണം. അതുകൊണ്ട് പവർ റൂം കിട്ടിയില്ലെന്നും പറഞ്ഞ് നമ്മൾ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ മനസ്സിലാക്കി തന്നെ ഗെയിം കളിക്കുക എന്ന് സിജോ റോക്കിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ഇതിനകത്ത് ഏതെങ്കിലും പേരുകളൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ
തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ എൻ്റെ മെമ്മറിയിൽ ഓർത്ത് പറയുന്ന കാര്യങ്ങളായത്, എഴുതി വെച്ച് പറയുകയല്ല, അതുകൊണ്ട് ക്ഷമിക്കണം. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ സമയത്ത് 7:30, ഇത് ലോഡാവുന്ന എപ്പോഴാണെന്ന് അറിയത്തില്ല, 7:30 ഞാൻ വീഡിയോ ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയം വരെ നടന്ന ഇതാണ്. പവർ റൂമിൻ്റെ അധികാരം വെച്ച് ഇനി അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഡ്യൂട്ടിയിലാണെങ്കിലും നോമിനേഷനിലാണെങ്കിലും ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ പവർ റൂമിലുള്ളവർ നോമിനേഷനിൽ വരില്ല എന്നാണ് തോന്നുന്നത്. ആദ്യം തന്നെ ക്യാപ്റ്റനോട് പറഞ്ഞു, ക്യാപ്റ്റൻ ഈ വട്ടത്തെ നോമിനേഷനിൽ ഉണ്ടായിരിക്കില്ല എന്ന്. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നാലെ കാണാം. എന്തായാലും 7:30 വരെ ഉണ്ടായ സംഭവങ്ങളാണ് ഞാൻ ലോഡാക്കുന്നത്.